നമുക്ക് പഴയ മേയറായ ആര്യ രാജേന്ദ്രനെ പറ്റി ജനങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം. ആര്യ രാജേന്ദ്രനെ പറ്റി എന്താ അഭിപ്രായം? പ്രത്യേകിച്ച് കുഴപ്പമില്ല. ഒന്ന് ഷോക്കായി ഷോക്കോ ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. ഭരണം ഇല്ലാത്തത് കൊണ്ടാണ് CPM ഇത്രയൊരു തോൽവി ഉണ്ടായതെന്ന് ചിലർ പറയുന്നുണ്ട്. അതിനോട് യോജിക്കുന്നു? ഒരിക്കലും ഇല്ല. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട എന്ന് പറഞ്ഞാ എങ്ങനെയാണ്? ആര്യ രാജേന്ദ്രനെ പറ്റി എന്താ അഭിപ്രായം? നല്ല ഒരു കുട്ടിയാണ്, നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്. വെറുതെ പറഞ്ഞ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണല്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ആ കുട്ടി നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബാലസംഘത്തിൽ കൂടെ വന്ന ഒരു കുട്ടിയാണ്, നല്ല കഴിവുള്ള കുട്ടിയാണ്. ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. പിന്നെ ഡ്രൈവറുമായിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ ആ കുട്ടി അല്ല പിന്നെ ഒരിക്കലും അത് ഒരു ഡ്രൈവർ ഒരു വണ്ടി ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ സൈഡ് കൊടുക്കണം. ഞാനല്ല, അല്ലാതെ വൃത്തിയായിട്ട രീതിയിൽ കൈ കാണിച്ച് പിന്നെ വൃത്ത ഭാഷകൾ കാണിച്ച് അവിടെ കിടന്ന് വേല കാണിക്കുന്നതല്ല ആ കുട്ടി ചെയ്തത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. വേറെ ആരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടാൻ പറ്റുമോ നോക്കാൻ. അത് തന്നെയാ ഞാനും ആലോചിച്ചോണ്ടിരുന്നത്. കുറച്ച് പേര് പറയുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ഈ തദ്ദേശീയ ഇലക്ഷനിൽ വോട്ട് കുറയാൻ കാരണം ഈ മേയറിന്റെ ഭരണപരിചയ കുറവെന്ന് പറയുന്നുണ്ട്. അതൊന്നും ഒരിക്കലുമില്ല. ആരാധകരെ കണ്ട ഇവിടെ തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഈ 5 വർഷമാണ് നടന്നിട്ടുള്ളത്. ഇത്തവണ ഈ CPM ഇത്രയധികം സീറ്റ് കുറയാൻ കാരണം എന്തായിരിക്കും? അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിക്കോ, കരയണമെങ്കിൽ കരയാ. മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനമൊക്കെ തുടക്കത്തിലൊക്കെ നല്ല രീതിയിലായിരുന്നു. സാധാരണക്കാരെ സഹായിക്കുന്ന രീതിയിലും ഒരുപാട് നല്ല കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു മേയറാണ്. അത്രയും സീറ്റ് കുറയാൻ കാരണം അതിനൊരു കാരണം മേയറും കൂടി ആയിരിക്കും മേയർ കൂടെയാണ് എന്ന് എനിക്കൊരു സംശയമുണ്ട്. സത്യത്തില് ട്രാൻസ്പോർട്ട് ഡ്രൈവറുമായിട്ടുള്ള ഒരു വിഷയത്തിനു ശേഷം പുള്ളി എന്തോ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മേയറെ ഇറക്കി വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ തോക്കുമെന്നുള്ളൊരു ഭയം CPM ഉണ്ടായിരുന്നിരിക്കുമോ? അത് പാർട്ടിക്ക് എന്തോ ഒരു തെറ്റ് പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ട് എന്നൊരു സംശയം കൊണ്ടായിരിക്കും ഈ പ്രചരണത്തിനൊന്നും ഇറക്കാത്തത്. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും തോൽവി? ഈ ശബരിമലത്തേക്ക് സ്വർണ്ണ കേസ് അതിലായിരിക്കും. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ ഇവിടെ ഒരുത്ത ഇതൊക്കെ വരുത്തി വെച്ചത്.